പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് നമ്മുടെ ടൂ വീലറിൻ്റെ ക്ലച്ച് ലിവറിൻ്റെ ഫ്രീ പ്ലേ നമ്മൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മളുടെ ക്ലച്ച് ലിവർ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ പഴയ ക്ലച്ചിൻ്റെ കേബിൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നും കൂടി നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്തിന് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾക്ക് അതെന്താണെന്ന് നോക്കാം. അതായത് ക്ലച്ച് എന്ന് പറയുന്നത് കുറേ പ്ലേറ്റ്സുകൾ അടുക്കി വെച്ച പോലുള്ള ഒരു മെക്കാനിക്കൽ അസംബ്ലിയാണ്. അപ്പം നമ്മൾ ക്ലച്ചിൻ്റെ കേബിൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പുള്ള് ചെയ്യുമ്പം നോർമലായിട്ട് ഈ പ്ലേറ്റ്സുകളെല്ലാം അടുത്ത് അടുങ്ങിയിരിക്കുന്ന രീതിയിലാണ്. നമ്മൾ എപ്പോഴാണോ ക്ലച്ചിൻ്റെ കേബിള് അതായത് ക്ലച്ച് ലിവർ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് ഈ ക്ലച്ചിൻ്റെ പ്ലേറ്റ്സ് അകന്നു കൊടുക്കും. അതായത് നമ്മൾ ഒരു ഭാഗത്ത് കൊടുത്ത പവർ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാത്ത രീതിയിൽ ക്ലച്ച് പ്ലേറ്റ്സ് അകന്നു കൊടുക്കും. അപ്പോൾ നമ്മൾ ക്ലച്ച് ലിവറിൻ്റെ കേബിള് കുറച്ച് അധികം ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നോർമലായിട്ട് ഇത് അടുത്തിട്ടാണ് ഇരിക്കുന്നത് ക്ലച്ച് പ്ലേറ്റ്സ്. അപ്പം നമ്മൾ കുറച്ചും കൂടി വലിച്ചു വെക്കുകയാണെങ്കിൽ, അതായത് വലിവിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ ക്ലച്ചിൻ്റെ പ്ലേറ്റ്സുകൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾക്ക് നോർമലായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ വണ്ടിയിൽ ലോഡ് വരുമ്പോഴേക്കും ഇതൊരു വലിയ വ്യത്യാസത്തിലോട്ട് വരും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ലിപ്പ് ഉണ്ടാകും ഈ പ്ലേറ്റുകൾ തമ്മിൽ. അപ്പം ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾക്ക് പിന്നീട് നമ്മുടെ വണ്ടിയെ ബാധിക്കാവുന്ന ഒരു പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഇങ്ങനെ ഒരേന്നതാണ് ക്ലച്ച് തേയ്മാനത്തിന് ഏറ്റവും കൂടുതൽ കാരണമായേക്കാവുന്ന ഒരു പ്രോബ്ലം. അപ്പം ഇങ്ങനെ ഈ ഒരയുന്ന സമയത്ത് എന്തുകൂടി സംഭവിക്കുന്നു? നമ്മൾക്ക് എഫിഷ്യൻസി, അതായത് വണ്ടിയുടെ മൈലേജിൽ വരുന്ന വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന പവർ അതേപോലെ തന്നെ വീൽസിലേക്ക് എത്താതെ ഇരിക്കും. അതുപോലെ തന്നെ ഈ പ്ലേറ്റ്സുകൾ തമ്മിൽ ഒരയുമ്പോഴുണ്ടാകുന്ന പൊടിയും അതേപോലെ തന്നെ കരി പോലത്തുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഈ എൻജിൻ ഓയിലോട്ടാണ് ഈ കലരുന്നത്. അതോടൊപ്പം തന്നെ ഈ എൻജിൻ ഓയിൽ പെട്ടെന്ന് ഖറാബാകുകയും അതിൽ കറുത്ത കളറിലോട്ട് വരികയും നമ്മൾക്ക് പെട്ടെന്ന് എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇനി വേറൊരു കേസ് എന്താണെന്ന് നോക്കാം. വേറൊരു കേസ്, നമ്മൾ ക്ലച്ച് ലിവർ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നോർമലായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നത്തില്ലെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? ക്ലച്ച് ലിവർ അപ്ലൈ ചെയ്യേണ്ട സമയങ്ങളിൽ, അതായത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതും അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ട്രാഫിക്കിലൊക്കെ ഗിയറിലാണ് നമ്മൾ വണ്ടി ക്ലച്ചിലാണ് നിർത്തുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ അതേ പ്രോബ്ലം തന്നെയാണ് ഇവിടെ പിന്നീട് സംഭവിക്കുന്നത്. അതായത് ഈ ക്ലച്ച് ലിവറിൻ്റെ കേബിൾ ലൂസായത് കാരണം ഈ ക്ലച്ചിൻ്റെ പ്ലേറ്റ്സ് മൊത്തത്തിൽ അകന്നു വരാതിരിക്കുകയും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ് നടക്കുകയും, അതായത് ക്ലച്ച് പ്ലേറ്റ്സ് ഒരഞ്ഞിട്ട് നമ്മൾക്ക് എഫിഷ്യൻസി അതേപോലെ മറ്റുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതെങ്ങനെയാണ് ടൈറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു വണ്ടിപ്പണിക്കാരന് വേണ്ട ബേസിക് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവർ കാണുക. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളെ ക്ലച്ച് ലിവറിൻ്റെ കേബിള് നമ്മൾക്ക് എങ്ങനെ ഇൻസ്പെക്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്യാം എന്നും കൂടി നോക്കാം. അതിനുവേണ്ടി നമുക്ക് താഴെ 2 നട്ടുകൾ കാണും. ഒരു ലോക്ക് നട്ടും അതേപോലെ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നട്ടും. അപ്പോൾ നമ്മൾ ലോക്ക് നട്ട് ആദ്യം തന്നെ മൊത്തമായിട്ട് ലൂസ് ചെയ്ത് കൊടുക്കുക. 2 സ്പാനേഴ്സ് ഉപയോഗിക്കണം. അഡ്ജസ്റ്റബിൾ നട്ട് നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം ലോക്ക് നട്ട് ലൂസ് ചെയ്യുവാനായിട്ട്. അതിനുശേഷം അഡ്ജസ്റ്റബിൾ നട്ട് കൂടി മൊത്തത്തിൽ ലൂസ് ചെയ്തെടുക്കുക. ഈ ഒരു മെക്കാനിസം തന്നെയായിരിക്കും കേട്ടോ എല്ലാ വണ്ടികൾക്കും പൊതുവേ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏത് വണ്ടിയാണെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അത് മൊത്തത്തിൽ ലൂസ് ചെയ്ത ശേഷം കേബിൾ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലച്ചിൻ്റെ ലിവറിൽ നിന്ന് നമ്മൾക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ രീതിയിൽ നമ്മൾക്ക് ക്ലച്ച് കേബിൾ മൊത്തത്തിൽ ഡിസ്കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗമായിരിക്കും നമ്മൾക്ക് മിക്കപ്പോഴും ക്ലച്ച് കേബിൾ പൊട്ടാൻ ചാൻസസ് ഉള്ളത്. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. തേയ്മാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതേപോലെ തന്നെ ഏതെങ്കിലും കേബിളിൻ്റെ സ്റ്റാൻസുകൾ ഡാമേജ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അതേപോലെ ഇനി നമ്മൾക്ക് മോൾ ഭാഗത്തുനിന്ന് നമ്മൾക്ക് കേബിൾ റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ താഴെ ലൂസ് ചെയ്ത് കാരണം ഇത് മോൾ ഭാഗത്തുനിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് പുറകോട്ട് പുള്ളി ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നിങ്ങൾക്ക്
കേബിൾ അയച്ചെടുക്കാം. ഈ ഭാഗത്തും നല്ല രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. താഴെ പോലെ തന്നെ ഈ ഭാഗമായിരിക്കും മിക്കവാറും ചിലപ്പം കട്ടാകാൻ ചാൻസസ് ഉള്ളത്. ഇടയ്ക്ക് വെച്ച് കട്ടാകാൻ ചാൻസ് ഇല്ല. ഈ എൻഡ് അല്ലെങ്കിൽ താഴ്ഭാഗത്തെ എൻഡ് ആയിരിക്കും നമുക്ക് ഡാമേജ് ആകാൻ ചാൻസസ് കൂടുതൽ. നിങ്ങൾ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ കണ്ടോ നല്ല രീതിയിൽ ഓയിൽ പറ്റുന്നുണ്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ കേബിൾ നല്ല ഷൈനിങ് ആണെങ്കിൽ അതിൽ അകത്ത് ഒട്ടും ലൂബ്രിക്കേഷൻ ഇല്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മൾക്കിനി ഇതിൻ്റെ മോൾ ഭാഗത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ വണ്ടിയിൽ നിന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത വണ്ടിയുടെ എൻജിൻ ഓയിലാണ്. ഈ എൻജിൻ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ ചെയ്യാനായിട്ട്. അപ്പം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അതനുസരിച്ച് ഈ കേബിൾ ഇങ്ങനെ അനക്കി കൊടുക്കുക. അപ്പം ഇത് മൊത്തമായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. അപ്പം കേബിൾ മൊത്തത്തിൽ ഡ്രൈ ആയതാണെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ റബ്ബർ ക്യാപ്പ് അടച്ച്, ഒരു ചെറിയൊരു ഗ്യാസ്കറ്റ് പോലെ ഒരു റബ്ബർ ക്യാപ്പാണ്. അതിനുശേഷം നല്ല രീതിയിൽ ഗ്രീസെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്രീസ് വാങ്ങുമ്പോൾ നമ്മൾ ട്യൂബ് ടൈപ്പ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആവശ്യത്തിന് ഞെക്കിയെടുത്ത ശേഷം എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത ശേഷം ഈ രീതിയിൽ ക്ലച്ച് കേബിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം പുതിയ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇതേ ഒരു രീതിയാണ് കേട്ടോ. ആദ്യം നമ്മൾ എപ്പോഴും മോൾ ഭാഗം കണക്ട് ചെയ്യുക, അതിനുശേഷമായിരിക്കണം താഴ്ഭാഗം കണക്ട് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ഗ്രീസും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ഗ്രീസൊക്കെ ഉണ്ടോയെന്ന്. ഇനി റബ്ബർ ക്യാപ്പെല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് പോകും. അപ്പം നമ്മൾ പഴയ കേബിൾ മാറ്റുമ്പോൾ പഴയത് പെട്ടെന്ന് വലിച്ചൂരി എടുക്കരുത്. പുതിയത് ഇവിടെ കെട്ടി വെച്ചതിന് ശേഷം ഈ പഴയത് മുകളിലോട്ട് വലിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടാങ്ക് അഴിക്കണം, അല്ലെങ്കിൽ ഹെഡ് ലാമ്പൊക്കെ അഴിക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾക്കിത് കറക്റ്റായിട്ട് കുറച്ചുകൂടി ലൂബ്രിക്കേറ്റൊക്കെ ചെയ്ത് എല്ലാ ഭാഗങ്ങളും ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുക കേട്ടോ. ത്രെഡും അതേപോലെ തന്നെ ലോക്കാകുന്ന സ്ഥലങ്ങളൊക്കെ ചെറിയ രീതിയിലൊന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് ഈ കേബിളൊക്കെ ഒന്ന് പുള്ളി ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്ത് കൂടി നല്ല രീതിയിൽ ഇൻസ്പെക്റ്റ് ചെയ്യണം കേട്ടോ. ഈ ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരയുന്നത്. ആ ഭാഗത്ത് തേയ്മാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഈ ഒരേ രീതിയിലാണ് നമ്മൾക്ക് പുതിയ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ. മോൾ ഭാഗത്ത് ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ താഴ്ഭാഗമായിരിക്കണം അവസാനം ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് ലോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളുടെ ക്ലച്ചിൻ്റെ ലിവർ കുറച്ച് മുകളിലോട്ട് തള്ളി പിടിച്ചിട്ട് ശേഷം ആ ലോക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അധികം ടൈറ്റൊന്നുമില്ല, നമുക്ക് കൈകൾ കൊണ്ട് തന്നെ ഇടാൻ പറ്റുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ചെറിയൊരു ലോക്കിംഗ് സിസ്റ്റമാണ്, പെട്ടെന്ന് തന്നെ ലോക്ക് ആയിക്കോളും. ഇനി നമ്മൾക്ക് കേബിൾ കുറച്ച് മുകളിലേക്ക് പുള്ളി ചെയ്ത ശേഷം അതിൻ്റെ അഡ്ജസ്റ്റബിൾ നട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് ഇത്രയും ഫ്രീ പ്ലേ ഉണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾക്ക് ഇതിൻ്റെ ഫ്രീ പ്ലേ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. 20 mm തൊട്ട് മാക്സിമം 25 mm വരെ ആയിരിക്കണം ക്ലച്ച് ലിവറിൻ്റെ ഫ്രീ പ്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ചൂണ്ടുവിരലിൻ്റെ ഒരു മാർക്കിംഗ് വരെ, ഒരു വരയുടെ അടുത്ത് വരെ എത്ര ആ ലെങ്ത് ആയിരിക്കണം ഫ്രീ പ്ലേ ഉണ്ടായിരിക്കേണ്ടത്. അതുവരേക്കും നിങ്ങൾ താഴത്തുള്ള നട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്, ഗിയറിലാണ്. അതിനുശേഷം ക്ലച്ച് പിടിച്ചു. അപ്പം നമ്മൾക്ക് നമ്മളുടെ കൈകളൊക്കെ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ടയർ പിടിച്ചു നിർത്താൻ സാധിക്കണം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നോക്ക്, ഇപ്പം ഞാൻ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു വിരളം കൊണ്ട് തന്നെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. ഈ ഒരു കണ്ടീഷനിലായിരിക്കണം നമ്മൾ ക്ലച്ച് ലിവറിൻ്റെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രീ പ്ലേ. മുകളിൽ അപ്ലൈ ചെയ്ത ഓയിൽ ഇപ്പോൾ താഴെ കുറച്ച് എത്തിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, നമ്മൾ ഗിയറിലിട്ട ശേഷം നമ്മളുടെ വണ്ടിയുടെ ടയർ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മൾക്ക് ടയർ കൈകൊണ്ട് പിടിച്ചു നിർത്താവുന്ന രീതിയിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഒരു വിരളം കൊണ്ട് പിടിച്ചു നിർത്താവുന്ന രീതിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്ക് നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലച്ച് ലിവറിൻ്റെ ഫ്രീ പ്ലേയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു 2 വീലർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യുക സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്തു വെച്ചേക്കുക.